കാണുന്ന ഹെയർ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആക്കിയതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ബേസിക്കലി ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ എൻ്റെ ഹെയർ കെയർ ജേർണിയിൽ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് ഞാൻ എൻ്റെ ഹെയർ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്തതെന്നും അതുപോലെ ഹെയർ വളരാനായിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്, അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ പണ്ടേ മുതൽ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ ഹെയറിൽ കളർ ഡാമേജ്, കെമിക്കൽ ഡാമേജ്, ഹീറ്റ് ഡാമേജ് എല്ലാ ദിവസവും മുടി സ്ട്രെയിറ്റൻ ചെയ്ത് ആകെപ്പാടെ കുളമാക്കി ഇട്ടിരുന്നതാണ്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ പോലും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹെയ്റ്റ് ആയിരുന്നു ഹെയറിൻ്റെ ഇതും പറഞ്ഞിട്ട്, മുടി ഇങ്ങനെയാണ്, മുടി അങ്ങനെയാണ്, മുടി രസമില്ല, മുടി അത് എന്ന് പറഞ്ഞിട്ട് അൺസഹിക്കബിൾ, നമുക്കിങ്ങനെ ഡിപ്രഷൻ വേണ്ട രീതിയിലുള്ള കമൻറ്റുകളായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, റിയാക്ടിങ് ടു നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഹെയർ കെയർ ജേർണിയിലാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം, നിങ്ങളും എൻ്റെ കൂടെ ഈ ഒരു ഹെയർ കെയർ ജേർണിയിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് എനിക്ക് പ്രൗഡ്ലി ഭയങ്കര സന്തോഷത്തോടു കൂടി എൻ്റെ ഹെയർ കെയർ ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉള്ള ടൈമായത്. ഞാൻ എൻ്റെ ഒരു 1.5 വർഷത്തിന് മേലെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ ആ ഒരു ഡാമേജ് ഹെയറിൽ നിന്നും ഹെൽത്തി ഹെയറിലോട്ട് എത്തേണ്ട ജേർണിയിൽ എനിക്ക് റിസൾട്ട് കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ചേഞ്ചസ്, ഒരു ഹെൽത്തിനെസ് എൻ്റെ ഹെയറിൽ, ആ ഒരു ടെക്സ്ചറൊക്കെ മാറി, ഒരു സോഫ്റ്റ്നെസ്സും, ഒരു എന്താ പറയുക, ഒരു ഷൈൻ, അല്ലെങ്കിൽ ഷൈൻ എന്നൊന്നും പറഞ്ഞില്ല, എൻ്റെ പഴയ മുടി എങ്ങനെ ഉണ്ടായിരുന്നോ അതിലോട്ട് എനിക്ക് എത്തിക്കാനായിട്ട് ഇപ്പോഴാണ് അതിൻ്റെ മാറ്റങ്ങൾ ഞാൻ ഇത്രയും നാൾ ചെയ്തതിൻ്റെ കണ്ടു തുടങ്ങിയത്. നിങ്ങളും കുറേ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ കുറേ കമൻറ്റ്സ് കണ്ടു, എന്താ ചെയ്തത് ഹെയർ, ചേച്ചിയുടെ ഹെയർ ഇപ്പോൾ പഴയ പോലെ ആയാലോ, എനിക്ക് നെക്സ്റ്റ് അടിക്കാതെ കേൾക്കുമ്പോൾ അപ്പോൾ അങ്ങനത്തെ കുറേ കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ടിപ്സ് എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് ഷെയർ ചെയ്യണ പോലത്തെ ഒരു വീഡിയോ ചെയ്യാം. ഇതൊരു ഹെയർ കെയർ റൂട്ടീനല്ല കേട്ടോ, ഞാൻ കുറേ റെമഡീസ് ചെയ്തിട്ടുണ്ട്, കുറേ എക്സ്പെരിമെൻറ്റ്സ്, ഒത്തിരി റിസർച്ച്, ഹെയർ അനാട്ടമി, ഹെയർ എങ്ങനെ വന്നു, എങ്ങനെയായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ എൻ്റെ അമ്മയുടെ ഹെയറിൻ്റെ ടെക്സ്ചർ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ എന്താണ് നടക്കണതെന്ന് അറിയാതെ ഞാൻ കുറേ റിസർച്ച് ചെയ്ത് കുറേ എക്സ്പെരിമെൻറ്റ് നടത്തി, കുറേയൊക്കെ ഫെയിലായി, കുറേയൊക്കെ സക്സസ് ആയി. അങ്ങനെ ഞാൻ ഫൈനലായിട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെയായിരിക്കണം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ്, ഈ ടിപ്പ് ഉണ്ടല്ലോ ഞാൻ ഏറ്റവും ലാസ്റ്റത്തായിട്ട് വെച്ചതാണ്, പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് തന്നെ കാണാം. നിങ്ങളിൽ പലവരും ലാസ്റ്റ് വരെ കാണണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ആളുകളുമായിട്ട് ഞാൻ പറയാണ്, എൻ്റെ ലാസ്റ്റത്തെ ടിപ്പ് ഫസ്റ്റായിട്ട് നിങ്ങൾ റിയലിസ്റ്റിക് ആവണം നിങ്ങളുടെ ഹെയർ കെയർ റൂട്ടീനിൽ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലത്തെ ഇങ്ങനെ ഗ്ലോസി, ഭയങ്കര ഷൈനി ആയിട്ട്, ഇന്ന ഒരു ഷാമ്പു യൂസ് ചെയ്തില്ല, ഇന്നൊരു ഹെയർ മാസ്ക് യൂസ് ചെയ്തില്ലെങ്കിൽ, ഇന്ന രീതിയിലുള്ള DIY യൂസ് ചെയ്തപ്പോഴേക്ക് ഇത്രയും തിളക്കുള്ള മുടി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കരുത്. സോഷ്യൽ മീഡിയ ഭയങ്കര ഫേക്കാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് കാണുന്നതൊന്നും തന്നെ സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ ഞാൻ ഇത്രയും മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമലായിട്ട് നമ്മളുടെ ഹെയർ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഹെയറിനെ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഹെയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം. ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസൊക്കെ അവരുടെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് അവരതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസിൽ ഞാനിങ്ങനെ എത്ര വീഡിയോസ് കണ്ടത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ എത്ര വീഡിയോസ് കണ്ട്, എത്ര റിസർച്ച് ചെയ്ത്, എത്ര ബുക്കുകൾ വായിച്ച്. ഇക്കാലത്ത് ആരെങ്കിലും ബുക്ക് വായിക്കും? ഞാൻ വായിക്കും. എത്ര ബുക്കുകൾ വായിച്ച്, എത്ര ഗൂഗിളിൽ എന്തോരം സെർച്ച് ചെയ്ത്, ഒരുപാട് ഞങ്ങളുടെ ഭ്രാന്തിയെ പോലെ അലഞ്ഞ് നടക്കണമായിരുന്നു എന്താണത് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ വീഡിയോസിൽ അവർ പറയുന്നുണ്ട്, ദിസ് ഈസ് ഹൗ മൈ ഹെയർ ഈസ് ലുക്കിംഗ് ആഫ്റ്റർ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഹീറ്റ് യൂസ് ചെയ്ത് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മുടിയാണ് നന്നായിട്ട് കിടക്കാത്തത്. അപ്പോൾ അതിലെന്ത് ലോജിക്കുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് പറയണം തോന്നി എൻ്റെ ഓഡിയൻസിനോട്, നിങ്ങളിങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഹെയർ കെയർ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൽ വിശ്വസിക്കരുത്. നമുക്ക് നമ്മുടെ മുടീനെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് രസമാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ അതിൽ കൂടുതൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിൽ കൂടുതൽ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ എക്സ്പെക്ടേഷൻ വെക്കരുത്. എക്സ്പെക്ടേഷൻ വെക്കുമ്പോൾ അത് മീറ്റ് ചെയ്യാണ്ടാവുമ്പോഴാണ് നമുക്ക് നമ്മുടെ മുടി ഭയങ്കര മോശമാണെന്ന് ഫീൽ ചെയ്യണത്. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ്, നിങ്ങളുടെ ഹെയറിനനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യണം. ഞാൻ എൻ്റെ ഹെയറിനനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹെയർ കെയർ റൂട്ടീനാണ് ഫോളോ ചെയ്തത്. ഇനിയിപ്പോൾ ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പ്രോഡക്റ്റുകളാണ് എന്നുണ്ടെങ്കിൽ അല്ല.
മിക്കപ്പോഴുണ്ടല്ലോ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ പറഞ്ഞത് ചേച്ചി സ്കിൻ കെയർ റൂട്ടീന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് പറയില്ലേ, സ്കിൻ കെയർ റൂട്ടീൻ റെഡിയാക്കി തരൂ. അപ്പോൾ ഞാൻ വിചാരിക്കും സ്കിൻ കെയർ റൂട്ടീൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രോഡക്ട്സ് മാത്രമല്ല, നമ്മൾ റൂട്ടീൻ എന്ന് പറയാം, നമ്മളെ രീതികളെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മളുടെ ഹെയറിൽ എങ്ങനെ ചെയ്യണം, ഹെയറിനെ എങ്ങനെ കെട്ടി വെക്കണം, ഹെയറിനെ എങ്ങനെ ഷാംപൂ അപ്ലൈ ചെയ്യുന്ന രീതി എങ്ങനെയാണ്, എണ്ണ ഇടേണ്ട രീതി എങ്ങനെയാണ്, എണ്ണ ഇടണോ, അങ്ങനെയുള്ള ഓരോ രീതികളാണ് കേട്ടോ ഞാൻ ഈ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞത്. അത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മൾ ഈ ഒരു റൂട്ടീൻ ചെയ്യേണ്ടത്. കാരണം എൻ്റെ മുടിയല്ല നിങ്ങളുടെ മുടി, എൻ്റെ മുടി ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ ഉണ്ടാവുന്നത്. അപ്പോൾ എൻ്റെ മുടി പോലുള്ളവരാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും ഹെയർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനെന്തൊക്കെ അറിയണം? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഹെയർ ടൈപ്പ് എന്താണെന്നുള്ളത് അറിയാം, ഹെയർ പോറോസിറ്റി എന്താണെന്നുള്ളത് അറിയാം, ഹെയർ തിക്നെസ് ഇല്ലെങ്കിൽ ഹെയർ ടെക്സ്ചർ എന്താണെന്നുള്ളത് അറിയാം. ഇത് അറിയാണ്ട് നിങ്ങൾ എല്ലാ പ്രോഡക്റ്റുകളും, ഞാൻ കുറേ പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ മാർക്കറ്റിലുള്ള മിക്ക പ്രോഡക്റ്റുകളും ഞാൻ എൻ്റെ തലയിലും എല്ലായിടത്തും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിട്ടേ നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടും കാര്യമുള്ളൂ. അപ്പോൾ ഇത് 3 വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പ്ലേലിസ്റ്റ് ആക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് വെയിറ്റ് ചെയ്യണത്? അതിനകത്ത് ഞാൻ ഇഷ്ടം പോലെ ക്വിസ്, Q&A, അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത്, ടെസ്റ്റ് പേപ്പറുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിലാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് എൻ്റെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെന്ന് എന്താ പറയുന്നത്, കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഹെയർ ടൈപ്പിനും അതുപോലെ ഹെയർ പോറോസിറ്റിക്കും അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ടിപ്പ്. എൻ്റെ ഈ ഒരു ഹെയർ കെയർ ജേർണിയിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ഒരു ടിപ്പ്. അതായത് ടിപ്പല്ല, റൂട്ടീൻ ഉണ്ടാക്കിയെടുത്തെന്നുള്ളത്. അത് റൂട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ അറിയാം. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലോങ് ആയിരിക്കും. ഇനി ഇനി 3ാമത്തെ ടിപ്പ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത് എൻ്റെ ക്യൂട്ടിക്കിൾസിനെ പ്രസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും ഞാൻ പഠിച്ചെന്നുള്ളതാണ്. നമ്മുടെ ക്യൂട്ടിക്കിൾസിനെ ക്ലോസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എൻ്റെ ഹെയർ ഹൈ പോറോസിറ്റി ഹെയർ ആയതുകൊണ്ടാണ്. എൻ്റെ ഹെയറിൻ്റെ ടൈപ്പ് വന്നിട്ട് ഒരു 2C ഇല്ലെങ്കിൽ 2B കാറ്റഗറിയിൽ വരുന്ന വേവി ടു കേളി കാറ്റഗറിനകത്തുള്ള ഹെയർ ആണ് എൻ്റെ. ഞാൻ ഇപ്പോൾ പക്ഷേ എൻ്റെ ഹെയറിനെ കേളിയിലോട്ടല്ല, കുറച്ച് വേവി സൈഡിലോട്ട്. എൻ്റെ പഴയ മുടി നിങ്ങൾക്ക് പണ്ട് മുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എൻ്റെ മുടി ഒരു വേവി, കണ്ടോ ഈ കാണുന്നൊരു ടെക്സ്ചറാണ് എൻ്റെ മുടിക്കുള്ളത്. ഇത് ഒരു 2 ദിവസം, ഇതിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇത്തിരി ഒരു ഇതായിട്ടിരിക്കണത്. 2 ദിവസം കഴിയുമ്പോഴേക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരും. അത് എൻ്റെ മുടിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ നല്ല നിങ്ങളുടെ കേളി ഫ്രിസി ഹൈപ്പോറോസിറ്റി ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയിൽ ആ ഒരു മോയ്സ്ചർ ഇരുന്ന് വരാൻ, അല്ലെങ്കിൽ തലയിൽ നിന്നിട്ട് എണ്ണ താഴത്തോട്ട് ഇറങ്ങി വരാനായിട്ട് 2 ദിവസമെങ്കിലും എടുക്കും. 2 ദിവസം കഴിയുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്യണേ നമ്മുടെ മുടി. അതേസമയം നിങ്ങൾ ഓയിലി സ്കാൽപ്പുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ കുളിക്കണ ആ ദിവസമായിരിക്കും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ മുടി ഉണ്ടാവുക. 2 ദിവസം കഴിയുന്നതോറും നിങ്ങളുടെ മുടി ഭയങ്കര ഗ്രീസി ആയിട്ടിരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ മുടിയും വേറെ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ എൻ്റെ ഹൈ പൊറോസിറ്റി ആയതുകൊണ്ട്, ഹൈ പൊറോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്യൂട്ടിക്കിൾസിൻ്റെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഈ ക്യൂട്ടിക്കിൾസ് ഇങ്ങനെ അടഞ്ഞിരുന്നെങ്കിലാണ് നമ്മളുടെ മുടി ഷൈനി ആവുള്ളൂ. അതായത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേരെയുള്ള സർഫസ് വേണം. സർഫസിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് അബ്സോർബ് ആവും, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ഷൈനി സോഫ്റ്റി ആയിട്ടിരിക്കുക. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഡള്ളായിട്ടിരിക്കും. ടെക്നിക്കലായി പോകുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണിത് വർക്ക് ചെയ്യണേന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ക്യൂട്ടിക്കിൾസിനെ ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചു. എങ്ങനെയാണ് ഞാൻ ക്ലോസ് ചെയ്യുക? നമ്മളുടെ ഹീറ്റ്ലെസ് കേൾസ് ഒക്കെ ഇല്ലേ, ആ സംഗതികൾ ചെയ്യും. ഞാൻ ഈ ഒരു ബണ്ണ്, അത് നമ്മുടെ നോർമൽ സ്ക്രഞ്ചിയുടെ ചുറ്റിനും ഞാൻ മുടി ചുറ്റി വയ്ക്കും, അതൊരു മെത്തേഡ്. അതല്ലാതെ നിങ്ങൾ എൻ്റെ എപ്പോഴും കാണാറുണ്ടാവും ഇങ്ങനത്തെ ഒരു റോഡ്, ഇങ്ങനത്തെ തലയെക്കോട് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ചുറ്റി മിക്ക വീഡിയോസിനകത്തും നിങ്ങൾ എൻ്റെ ഹെയർ അങ്ങനെ ആയിരിക്കും കാണുക. കാരണം ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴേക്കും അത് ചെയ്യണത് കുളിക്കണ ദിവസമാണ് കേട്ടോ. ഞാൻ എന്നാണോ കുളിക്കണത് ആ കുളിക്കണ ദിവസം ഞാനത് ചുറ്റി വെക്കും. ഇന്നിപ്പോൾ എനിക്കത് ചുറ്റി വയ്ക്കാൻ സമയം ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ചുറ്റി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് ക്യൂട്ടിക്കിൾസ് ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷെ നാളെയൊക്കെ ആകുമ്പോഴേക്കും ഒന്നും കൂടി മുടി ഭംഗിയാവും, ഒന്നുകൂടി ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ബേസിക്കലി സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മളുടെ മുടി ഇതിപ്പോൾ ഈ റോഡാണെന്നിരിക്കട്ടെ, ഇതിനകത്ത് ഇതിങ്ങനെ ചുറ്റുമ്പോൾ കണ്ടോ ഈ മുടി ഇങ്ങനെ വലിയും, കണ്ടോ ഇപ്പോൾ ഇത് വരുമ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഇങ്ങനെ വലിയുമ്പോൾ ഈ ക്യൂട്ടിക്കിൾസ് പ്രസ്സാവാണ് ചെയ്യുക. ക്യൂട്ടിക്കിൾസ് അപ്പോൾ പ്രസ്സാവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഓപ്പൺഡ് ആയിട്ടിരിക്കണം, അല്ലാതെ ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു മിനിമൈസ് ആകുമ്പോഴേക്കും ഇപ്പോൾ ഒരു ചെറുതായിട്ടൊരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യണില്ലേ, ഇങ്ങനെ നമ്മളുടെ മുടി ഒന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ക്യൂട്ടിക്കിൾസ് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഹെയർ
നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. നിങ്ങളുടെ ഹൈപ്പറോസിറ്റി ഹെയർ ആണ്. ഹൈപ്പറോസിറ്റി ഹെയറിൻ്റെ പ്രശ്നം എന്താണ്? അതിനകത്ത് നിന്നുള്ള വെള്ളം വെളിയിലേക്ക് പോകും, ഹൈഡ്രേഷൻ അകത്ത് നിൽക്കില്ല. ഹൈഡ്രേഷൻ അകത്തില്ലാത്ത മുടിയാണ് നിങ്ങൾ ഇങ്ങനെ വലിച്ച് ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ രീതികൾ ചെയ്യാൻ. ഞാനപ്പോൾ എനിക്ക് വർക്കായിട്ടുള്ള രീതികളാണ് പറഞ്ഞു തരുന്നത്. ഞാനപ്പോൾ ക്യൂട്ടിക്കിൾസിനെ പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ, ഇതൊക്കെ സയൻറ്റിഫിക്കലി തന്നെ ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ചെയ്തപ്പോഴേക്കും ആഹാ കൊള്ളാലോ, എനിക്കങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇഷ്ടം. അപ്പം അങ്ങനെ ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റത്തെ ടിപ്പ്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീക്ക്ലി വൺസ് എന്ന രീതിയിൽ ഹെയർ മാസ്ക് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഹെയർ മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഹെയർ മാസ്ക് അല്ല കേട്ടോ. നമ്മളിങ്ങനെ ഷെൽഫിൽ മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ലതായിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഫ്രിഡ്ജ് എന്ന് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് കാണുന്ന ചീത്തയാവാറായിട്ടുള്ള പച്ചക്കറി, ചീത്തയാവാറായിട്ടുള്ള ഫ്രൂട്ട്സ്, ചീത്തയാവാറായിട്ടുള്ള തൈര്, പാല് എല്ലാം നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണെന്ന് ഈ ഒരു ജേർണിയിൽ എനിക്ക് മനസ്സിലായി. എൻ്റെ മുടിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വർക്ക് ചെയ്തതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതാണ് പേരയ്ക്ക, പിന്നെ പഴം. എല്ലാ പഴങ്ങളും ഞാൻ തല്ലിടാറുണ്ട്. ഓക്കെ, ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റോബസ്റ്റ പഴം, പിന്നെ അവക്കാഡോ. അത് ഞാൻ റീസെൻ്റ്ലി ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. അവക്കാഡോ നല്ലതാണ് ഞാൻ കുറേ വീഡിയോസിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ അവക്കാഡോ ഞാൻ കഴിക്കാത്തത് കൊണ്ടും അത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ മേടിച്ചിരുന്നില്ല. റീസെൻ്റ്ലി ഞാൻ മേടിച്ച് ജ്യൂസ് അടിക്കാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ അത് ചീത്ത ആവാറായപ്പോഴേക്കും ഞാൻ അടുത്തത് നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ച് എന്തായാലും എനിക്ക് ഹെയർ വാഷ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരു ഹെയർ മാസ്കും കൂടി ഇടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. സൂപ്പർ റിസൾട്ട് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് മുടി നല്ല ഷൈനി ആവും. പിന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് മധുരക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയിട്ട് അരച്ചെടുക്കും. സൂപ്പറാണ്. പിന്നെ ഇത് കോക്കനട്ട് മിൽക്ക്, നമ്മുടെ തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാൽ കുറച്ച് നേരം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴേക്കും തേങ്ങാപ്പാലിൻ്റെ മേലെ ഇങ്ങനെ വരും കോക്കനട്ട് ക്രീം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം യൂസ് ചെയ്യരുത്, ഇങ്ങനത്തത്. ആ ക്രീം എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ മുടിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ഹൈപ്പറോസിറ്റി ഹെയറും തിക്കായിട്ടുള്ള മുടി ആയതുകൊണ്ടാണ്. എൻ്റെ മുടി അത്യാവശ്യം ഡെൻസിറ്റി ഉള്ള നമ്പർ ഓഫ് ഹെയർസ് തലയിലകത്ത് കൂടുതലാണ്. അതുപോലെ ഓരോ ഹെയറും അത്യാവശ്യം വണ്ണം കൂടുതലാണ്. അത് ഓരോ വശത്തും ഓരോ രീതിയിൽ, ഇവിടെ വണ്ണം കൂടുതലും ഇവിടെ വണ്ണം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളത് കൊണ്ടിട്ടാണ് എനിക്കിത് വർക്ക് ചെയ്തത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനത്തെ DIYs ഇടുവാണെന്നുണ്ടെങ്കിലും നിങ്ങളിങ്ങനെ അതും ഇതൊന്നും ഇടരുത്. നിങ്ങളുടെ ഹെയർ ടൈപ്പിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെ വേണം കേട്ടോ നിങ്ങൾ ഇടാനായിട്ട്. ഇപ്പം എൻ്റെ മുടി തിക്കായതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തിക്കായിട്ടുള്ള മാസ്ക് വേണം. ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന മാസ്ക് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു ടിപ്പായിട്ട് നിങ്ങൾ എഴുതി വെക്കും. നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ. നിങ്ങൾ മാസ്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ തിക്കായിട്ടുള്ള മുടിയാണ്, ഓരോ സ്ട്രാൻഡും വണ്ണമുള്ള സ്ട്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ മാസ്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ മാസ്ക് നിലത്തേക്ക് വീഴല്, മനസ്സിലായോ? എന്ന് വെച്ചാൽ അത്ര തിക്കായിട്ടുള്ള മാസ്ക് ആയിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഹൈ പൊറോസിറ്റി കൂടി ആണെന്നുണ്ടെങ്കിൽ കേട്ടോ, അപ്പോഴാണ് മുടിയുടെ അകത്തേക്ക് കയറുക. ഇനി നിങ്ങളുടെ ലോ പൊറോസിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലൈറ്റ് ആയിട്ടുള്ള വാട്ടറി കൺസിസ്റ്റൻസി ഉള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ കയറുള്ളൂ. അതുപോലെ തിൻ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അലോവേറ ജെല്ല് അങ്ങനെയുള്ള നാച്ചുറൽ റെമഡീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണം. അതിലേക്ക് എന്ത് സാധനം ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റണ്ണി കൺസിസ്റ്റൻസിയിലാക്കാം. ഇപ്പോൾ നിങ്ങൾ പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാക്കുക. എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്ത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വീക്ക്ലി വൺസ് അതാണ് പറഞ്ഞു വന്നത്, പക്ഷെ ഒത്തിരി പറഞ്ഞുപോയി. വീക്ക്ലി വൺസ് ഹെയർ മാസ്ക്, നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ മാസ്ക് ട്രൈ ചെയ്യും. നല്ലോണം റിസൾട്ട് എനിക്ക് ഹെയർ ടെക്സ്ചർ ഭയങ്കരമായിട്ട് മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു റെമഡീസ് ട്രൈ ചെയ്യുമ്പോൾ. പിന്നെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ഷാംപൂ സെലക്ട് ചെയ്യണത്. ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. നമ്മൾ ഷാംപൂ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പലവരും യൂസ് ചെയ്യണ ഷാംപൂ, പലവരൊന്നല്ല, നമ്മുടെ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മിക്ക ഷാംപൂസും ക്ലാരിഫയിങ് ഷാംപൂസാണ്. ക്ലാരിഫയിങ് പ്ലസ് മോയ്സ്ചറൈസിങ് ഷാംപൂസാണ്. പക്ഷേ നമുക്ക് വേണ്ടത്, എൻ്റെ പോലത്തെ നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിരുന്നത് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഷാംപൂസാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മോയ്സ്ചറൈസിങ് ഷാംപൂസ് ഈ വീക്ക്ലി 2 തവണ ഹെയർ വാഷ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 തവണ ഞാൻ മോയ്സ്ചറൈസിങ് ഷാംപൂ യൂസ് ചെയ്യും. പിന്നെ മാസത്തിൽ 2 തവണ ഞാൻ ക്ലാരിഫയിങ് ഷാംപൂ യൂസ് ചെയ്യും. ഈ ക്ലാരിഫയിങ് ഷാംപൂ നമ്മൾ യൂസ് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ക്ലാരിഫയിങ് ഷാംപൂ ഉണ്ടെങ്കിലാണ് നമ്മുടെ മുടിയിലിടുന്ന സിറം, ഇപ്പോൾ നമ്മൾ ഹെയർ സിറം ഒക്കെ ഇടത്തില്ല, അതിനകത്തുള്ള സിലിക്കോൺസ്, പിന്നെ നമ്മൾ ഹെയർ മാസ്ക് ഇടുന്നുണ്ടെങ്കിൽ അതിനകത്ത് സിലിക്കോൺസ് ഉണ്ട്, പൊടി, പിന്നെ അഴുക്ക്. ഇനിയിപ്പോൾ DIY റെമഡീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ ഉണ്ടാകും. അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനത്തെ ക്ലാരിഫയിങ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുക. പക്ഷേ നമ്മൾ എപ്പോഴും ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഈ ക്ലാരിഫയിങ് ഷാംപൂ യൂസ് ചെയ്താൽ നമ്മുടെ മുടിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സിബം, നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസും പോകും. അപ്പോൾ അത് പോവരുത്. അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കാൽപ്പ് ഉള്ള ആളുകൾക്കാണെങ്കിൽ എക്സ്ട്രാ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഡ്രൈ സ്കാൽപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സഹാറ മരുഭൂമി പോലെ ഡ്രൈ ആയി പോകും. ഭയങ്കര പൊടി പോലെ സാധനങ്ങളൊക്കെ വരാൻ തുടങ്ങും തലയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യണത് കറക്റ്റ് രീതിയിൽ തന്നെ ഷാംപൂ യൂസ് ചെയ്യുക. പിന്നെ
പിന്നെയും കുറേ ടിപ്സ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഒത്തിരി വലുതായിപ്പോയി. നിങ്ങൾക്ക് അത് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ, ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടോ നോക്കട്ടെ. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ടോ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രിസി ഹെയർ ഉള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെന്താ, നിങ്ങൾക്ക് നെക്സ്റ്റ് ഇനി എന്ത് വീഡിയോ കാണട്ടെ എന്നുള്ളത് പറയൂ. പിന്നെ ഉണ്ടല്ലോ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമ്മുടെ വീഡിയോസിന് നിങ്ങൾ നല്ലോണം എനിക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് കമൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെന്ന് പറയുമൊക്കെ കേൾക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇനി എന്ത് വീഡിയോ ആണ് കാണേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം.